തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിയുടെ ആഘാതം സഖാക്കളുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മായുന്നില്ല. കാരണം ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള തോൽവിയാണ് സഖാക്കൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. സഖാക്കൾ പ്രതീക്ഷിച്ച ആളുകൾ അത്രയും തോറ്റു തുന്നം പാറി. ഇപ്പം എന്താ പരിപാടി? ഇപ്പം പരിപാടി വേറൊന്നുമല്ല. ഇപ്പം പരിപാടി ഈ തീട്ടം കൊണ്ട് ആറാട്ട് നടത്തുക എന്ന് പറയുന്ന പരിപാടിയില്ലേ, ആ പരിപാടി വളരെ കൃത്യമായിട്ട് സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് സഖാക്കൾ ആ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ പച്ച കള്ളം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക. സഖാക്കൾ കുറച്ച് ബുദ്ധി അല്ലെങ്കിൽ അവർക്ക് അവരെക്കുറിച്ച് തന്നെ ചില ബോധ്യങ്ങളുണ്ട്. ഇപ്പോൾ എന്താ ബോധ്യം? സഖാക്കൾ എന്ത് പറഞ്ഞാലും കേരളം വിശ്വസിക്കില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെ കൂട്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ മാധ്യമങ്ങൾക്ക് പങ്കൊന്നുമില്ല. പക്ഷേ മാധ്യമങ്ങളുടെ പേരിൽ, മാധ്യമങ്ങളുടെ ലേഔട്ടിൽ, മാധ്യമങ്ങളുടെ ഡിസൈനിൽ കാർഡുകൾ ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളായിട്ടുള്ള ഏഷ്യാനെറ്റ്, മനോരമ ന്യൂസ്, മാതൃഭൂമി, മീഡിയ വണ്ണ് പോലെയുള്ള ചാനലുകളുടെ അതേ ഡിസൈൻ, അതേ ലേഔട്ട്, അതേ കാർഡ്, അതേ രീതിയിൽ കാർഡുകൾ ഇറക്കിയിട്ട് വ്യാജ വാർത്തകൾ പടച്ചിങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാവുന്നത് മീഡിയ വണ്ണാണ്. മീഡിയ വണ്ണിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ കാർഡുകൾ ഇറക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടൊരു കാർഡ് ഇറക്കിയിരിക്കുന്നത്, ഇപ്പോൾ ഇതെന്താ പ്രശ്നം? എല്ലാ ദിവസവും മീഡിയ വണ്ണിന് ഒരു 10-15 കാർഡ് ഇത് ഞങ്ങളുടേതല്ല, ഇതൊക്കെ ഫേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം കാർഡ് ഉണ്ടാക്കേണ്ട ഒരവസ്ഥയിൽ മീഡിയ വൺ എത്തിച്ചിരിക്കുക. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്നത് മീഡിയ വൺ പങ്കുവെച്ച അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പങ്കുവെച്ചിട്ട് മീഡിയ വൺ പറയുന്നത്, മീഡിയ വണ്ണിൻ്റെതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ വാർത്ത വ്യാജമാണ്, പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. എന്താണ് ഈ കാർഡിൽ പറയുന്നത്? അത് സെയിം മീഡിയ വണ്ണിൻ്റെ അതേ രീതിയിലുള്ള ഒരു കാർഡ്. മുസ്ലിം ലീഗ് എന്നെ വേട്ടയാടുന്നു, മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വെള്ളാപ്പള്ളി ഫാമിലിയെ കണ്ടു, തന്നെ മാത്രം ബലിയാടാക്കുന്നതിൽ ദുരൂഹത. ആരാ പറയുന്നത്? ബിന്ദു കൃഷ്ണയുടെ ഒരു ഫോട്ടോയെ വെച്ചിട്ടാണ്, മുസ്ലിം ലീഗിൻ്റെ നെഞ്ചത്താണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ തീട്ടം കൊണ്ട് ആറാട്ട് നടത്തുക എന്ന് പറയുന്നത് ഇത്രകാലം പിണറായി വിജയൻ്റെ തീട്ടം നക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു ഇറ്റങ്ങൾ. മനസ്സിലായില്ലേ? ഇപ്പോൾ ആ തീട്ടം നക്കാൻ കിട്ടാതെ വന്നപ്പോൾ ഇവർ തന്നെ തൂറുക, എന്നിട്ട് ആ തീട്ടം എടുത്തിട്ട് ബാക്കിയുള്ളതിൻ്റെ മേത്തേട്ട് എറിയുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഒന്നും രണ്ടും അല്ല, നിരവധി അനവധിയായ കാർഡുകൾ ഇത്തരത്തിൽ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം മീഡിയ വണ്ണിൻ്റെ പേരിലാണ് മിക്ക കാർഡുകളും ഇറക്കുന്നത് എന്നുള്ളതാണ്. കാരണം ജനങ്ങൾ വിശ്വസിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് ജനങ്ങൾ സംശയിക്കാതിരിക്കണമെങ്കിൽ, അറ്റ്ലീസ്റ്റ് ജനങ്ങൾ വിശ്വസിക്കണ്ട, പക്ഷെ ജനങ്ങൾ സംശയിക്കാതിരിക്കണമെങ്കിലും കൂടി അങ്ങനെ കരുതിയിട്ട് സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം, തിരിച്ചൊരു ചോദ്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ വാർത്താ ചാനലുകളുടെ പേരിൽ ഇത്തരം വ്യാജ കാർഡുകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അന്തം കമ്മി അടിമകൾ എന്ന് പറയുന്നത്. ഇനി മീഡിയ വണ്ണിൻ്റെ പേരിൽ മറ്റൊരു കാർഡ്, കേരളം കുട്ടിച്ചോറായി. പ്രമോദ് രാമൻ, മീഡിയ വണ്ണിൻ്റെ എഡിറ്ററായിട്ടുള്ള പ്രമോദ് രാമൻ്റെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട്. ആരോഗ്യരംഗം തകിടം മറിഞ്ഞു, ഇന്ദിരാഗാന്ധി വെറും വാക്കിൽ, 2 ആഴ്ച കൊണ്ട് ഇടതുപക്ഷമേ തിരിച്ചു വരൂ എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങി. സഖാക്കളുടെ ഒരു കാര്യമാണ്, സഖാക്കൾക്ക് അവരുടെ ആഗ്രഹം ഇതാണ്. എന്ത്? മനസ്സിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടല്ലോ, സ്വപ്നം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ കേരളം ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. മനസ്സിലായില്ലേ? കേരളത്തിൻ്റെ പൊതുസമൂഹം ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്നുള്ള രീതിയിലാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാർഡുകളും സഖാക്കൾ ഇറക്കിക്കൊണ്ടിരിക്കുക. ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ ഭൂലോക ഉഡായിപ്പ്. മനസ്സിലായില്ലേ? ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് ആരാണ്? നേതൃത്വം നൽകുന്നത് പഴയ മാധ്യമ പ്രവർത്തകനാണ്. കാർഡുകൾ ഇറക്കിയിട്ടും വ്യാജങ്ങൾ പടച്ചു വിട്ടിട്ടും ആളുകളെ വളഞ്ഞിട്ട് ആക്രമിച്ചുമൊക്കെ നല്ല പരിചയമുള്ള, തന്തയെ പോലും ഒറ്റുകൊടുത്ത MV നികേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ക്ഷുദ്രജീവി AKG സെൻറ്ററിൽ ഇരിപ്പുണ്ടല്ലോ അല്ലേ?
ഇത്തവണത്തെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താ? LDFിൻ്റെ ബുദ്ധിജീവി ആരായിരുന്നു? അത് ഈ തന്തയെ ഒറ്റുകൊടുത്ത MV നികേഷ് കുമാർ ആയിരുന്നു. മനസ്സിലായില്ലേ? അവനായിരുന്നു ഇവരുടെ ബുദ്ധി കേന്ദ്രം. ആ ബുദ്ധി കേന്ദ്രത്തിൽ നിന്നാണ് എല്ലാം വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ തോൽവി എന്ന് പറയുന്നത് അന്യായ തോൽവിയായിപ്പോയി. ഒരു കാര്യം സഖാക്കൾക്ക് മനസ്സിലായോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. എന്താണെങ്കിലും ഇവന് ബുദ്ധിയില്ല എന്നുള്ളത് സഖാക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നല്ലത്. ഇനി മനസ്സിലായിട്ടില്ല, ഇവൻ അപാര ബുദ്ധിയാണ്. ഏതുപോലെ ഇപ്പോൾ തോമസ് ഐസക്ക് പറയാറുണ്ടല്ലോ, ഞാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. എന്നിട്ടാണ് VD സതീശൻ്റെ മുന്നിൽ ഇക്ഷ ഇമ്മ വരച്ചിട്ട് പോകേണ്ടി വന്നത്. അപ്പോൾ അതുപോലെ അല്ല, ഇവൻ അപാര ബുദ്ധിയാണ് എന്ന് തന്നെയാണ് സഖാക്കൾ വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചോ. ഒരു മാറ്റവും നിങ്ങൾ വരുത്തരുത്. മനസ്സിലായില്ലേ? ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഇവന് ബുദ്ധിയില്ല എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇവന് ബുദ്ധി അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ 14 മന്ത്രിമാർ 8 നിലയിൽ പൊട്ടില്ലായിരുന്നു. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കുറേ കുഴലൂത്തുകാരുണ്ടായില്ലേ പിണറായി വിജയൻ്റെ ചുറ്റും? മന്ത്രിമാരെന്ന പേരിലുള്ള കുഴലൂത്ത് സംഘം. ആ സംഘമെങ്കിലും അറ്റ്ലീസ്റ്റ് വിജയിക്കുമായിരുന്നു. അവറ്റകൾ പോലും 8 നിലയിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അംഗസംഖ്യ, നിയമസഭയിലെ അംഗസംഖ്യ 26ലേക്ക് കൂപ്പ് കുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ തന്തയെ ഒറ്റുകൊടുത്ത MV നികേഷ് കുമാർ എന്ന് പറയുന്ന നിങ്ങളുടെ ബുദ്ധി കേന്ദ്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയാലും ശരി, ഇല്ലെങ്കിലും ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നികേഷ് കുമാറിന് ഈ കാർഡുകൾ ഉണ്ടാക്കാനും ഡിസൈനുകളും മറ്റുള്ളതൊക്കെ കോപ്പി അടിക്കാനും വലിയ പ്രാവീണ്യ. കാരണം എന്താ? മാധ്യമപ്രവർത്തന മേഖലയിൽ, മാധ്യമപ്രവർത്തനം എന്നൊക്കെ പേരിന് ഈ കൂട്ടിക്കുടുപ്പ് മേഖലയിൽ പ്രവർത്തിച്ചതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ മറ്റുള്ളൊരു വ്യക്തിക്കാണെങ്കിൽ കുറച്ച് ആലോചിക്കും പിടിക്കും ഒക്കെ വേണ്ടി വരും. ഇത് പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തി ആയതുകൊണ്ട് ടപ്പ എന്ന് പറഞ്ഞിട്ട് പരിപാടി നടക്കും. അപ്പോൾ അവൻ്റെ ബുദ്ധിയാണ് ഈ ബുദ്ധി എന്ന് പറയുന്നത്. എന്താണെങ്കിലും സഖാക്കൾ ആ തീട്ടം കൊണ്ടുള്ള കളി വിടുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലം തീട്ടം തിന്നുകയായിരുന്നെങ്കിൽ ഇപ്പം എന്താ പരിപാടി? ആ തീട്ടം ബാക്കിയുള്ളവരുടെ മേത്തേക്ക് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുക. എന്താ കാര്യം? ഞാനെന്തായാലും നാറി, ഇനി അതിൽ നടന്നു പോകാൻ ഓനും കൂടി അങ്ങോട്ട് നാറട്ടെ. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ പറയാറില്ലേ, പന്നികളോട് നമ്മൾ മൽപ്പിടുത്തത്തിന് നിൽക്കാറില്ല. എന്തുകൊണ്ടാ? പന്നി തീട്ടം തിന്നുന്ന കൂട്ടത്തില. ആ തീട്ടം നിന്ന പന്നിയായിട്ട് മൽപ്പിടുത്തം നമ്മൾ നടത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മളും നാറും. അല്ലേ? അതുപോലെ ഞാനെന്തായാലും തീട്ടം നിന്ന് നാറി, അതുകൊണ്ട് അതിൽ നടന്നു പോകുന്ന ഓനെന്താട്ടെ, ഓനും നാറട്ടെ, എറിയ രാവിലെ തൂറുക, ഇതൊരു പാക്കറ്റിലാക്കിയിട്ട് വരിക, എന്നിട്ട് കൈയിട്ട് അങ്ങനെ വാന്തിയിട്ട് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങോട്ട് ഇങ്ങോട്ട് അവിടെ ഒന്നും പറയണ്ട. മനസ്സിലായില്ലേ? ഒരു മാറ്റവും ഈ കൃമികീടങ്ങൾക്ക്. ഇത്രയും വലിയ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും കേരളത്തിൻ്റെ പൊതുസമൂഹം പുറങ്കാല് കൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ചിട്ടും കടക്ക് വിജയ പുറത്ത് ആ അഹങ്കാരത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം പറഞ്ഞിട്ടും ഒരു പാഠവും പഠിക്കുന്നില്ല. ഇപ്പോഴും ആ ഗമയായിട്ട് നടക്കുകയാണ്. മനസ്സിലായില്ലേ? ഏത് നമ്മൾ മുമ്പ് പറയാറുണ്ടായിരുന്നു, ഇവറ്റകളെ പരാജയപ്പെടുത്താൻ വലിയ പാടൊന്നുമില്ല. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കുഞ്ഞികൃഷ്ണ സഖാവ് പയ്യന്നൂരിലെ കോട്ടയിൽ, തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മാഷ്, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ, നാദാപുരത്ത് KM അഭിജിത്ത്, പേരാമ്പ്രയിൽ LDFിൻ്റെ കൺവീനർ എന്ന് പറയുന്ന ഇവരുടെ വൻ വൃക്ഷത്തെ, പടുവൃക്ഷത്തെ മറിച്ചിട്ട് ഫാത്തിമ തെഹലിയ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പരാജയപ്പെടുത്തലൊരു പുത്തിരിയൊന്നല്ല. പക്ഷേ സഖാക്കളെ, നിങ്ങൾ തോറ്റിരിക്കുന്നു എന്ന് ഇവറ്റകളോട് പറയാൻ നമുക്ക് മനസ്സിലാവൂല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ക്ലാസ്സിൽ പല രീതിയിലുള്ള കുട്ടികളുണ്ടായി. എങ്ങനെ?
സാറുമാരും ടീച്ചർമാരും ക്ലാസ് എടുത്ത് തുടങ്ങി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവന് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ ചില കുട്ടികളുണ്ട് 2-3 വട്ടം റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരും അവർക്ക് ക്യാച്ച് ചെയ്യണമെങ്കിൽ. ഇനി ചില കുട്ടികൾ വേറെ ഉണ്ട് 10 വട്ടം പറയേണ്ടി വരും കാര്യം മനസ്സിലാവണമെങ്കിൽ. എന്നാൽ ചില ഐറ്റങ്ങളുണ്ട്, എല്ലാവരും അങ്ങനെയെന്നല്ല, ചില കുട്ടികൾ എങ്ങനെയാണ് 10 അല്ല 1000 വട്ടം പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ സാറെന്താക്കും? ക്ലാസ് നിർത്തിയിട്ട് പോകും. അവനെ മനസ്സിലാക്കിപ്പിക്കാൻ നിൽക്കുമോ? കഴിയൂല. കാരണം സാറ് നീ മരിക്കുന്നത് വരെ അതന്നെ പറഞ്ഞുകൊണ്ട് നിന്നാലും ഓൻക്കത് മനസ്സിലാവില്ല. അതുപോലെയാണ് സഖാക്കളുടെ കാര്യം. എടോ അന്തംഗമ്മികളെ, നിങ്ങൾ തോറ്റു തുന്നം പാറിയിരിക്കുന്നു. നിങ്ങളവിടുന്ന് എത്ര വട്ടായി പറയണേ, നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാൽ എന്താണ് ചെയ്യുക? കഷ്ടമല്ലേ? എന്തായാലും ഉഡായിപ്പ് തുടരാൻ സഖാക്കൾ കനൽ തരികൾ ഇപ്പോഴും ബാക്കിയുണ്ട്. ഇടക്കിടക്ക് അശ്ലീല റഹീമും ശിവൻകുട്ടിയും ഒക്കെ വന്നിട്ട് ഇവറ്റകളുടെ മൂട്ടിനൊരു തീ കൊടുക്കും. ആ തീ കൊടുക്കുമ്പോൾ ഇവറ്റകളൊന്ന് ചാർജാവും. നേരെ കല്ലും മണ്ണും കട്ടയും ഇഷ്ടികയും പിന്നെ മുട്ടയും ഒക്കെ എടുത്തിട്ട് എവിടെങ്കിലും പോയി ആക്രമണം നടത്തും. പോലീസുകാർ വരും, പിടിച്ചകത്തിടും. പിന്നെ കുറച്ച് കാലത്തിന് സമാധാനം. ഇപ്പോൾ ഗോതമ്പുണ്ടൊന്നുമില്ല, ചപ്പാത്തിയും പരിപ്പ് കറി എന്നാണ് പറയുന്നത്. പോയാലേ അറിയുള്ളൂ. എന്താണെങ്കിലും ഈ അശ്ലീല റഹീമും അതുപോലെ ശിവൻകുട്ടിയൊക്കെ മുട്ടിന് തീ കൊടുക്കുന്നതിനനുസരിച്ച് ഈ നിങ്ങൾ മറ്റേ ചില പാവകൾ കണ്ടില്ലേ, ഈ ടോയ്സ് കുട്ടികൾ കളിക്കുന്ന കീ കൊടുത്താൽ വർക്ക് ചെയ്യുന്നത്, അതുപോലെയാണ് ഇവറ്റകൾ. മുട്ടിന് തീ കൊടുത്താൽ ഇങ്ങനെ ആഞ്ഞ് തുള്ളിക്കോളും. എന്താ കാര്യം? വല്ല ബോധം ഉണ്ടാവും? ഒരു ബോധമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ല നിങ്ങൾ. അപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ സഖാക്കൾ അയച്ചു വിട്ടുകൊണ്ടിരിക്കുക. വ്യാജങ്ങൾ മാത്രമേ ഉള്ളൂ ഇവരുടെ കയ്യിൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.